രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു, ദോഷം ഒന്നും പറ്റിയില്ല. അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യും എന്ന് വെച്ച് കാത്തുനിന്നു. വളരെ നേരം കാത്തുനിന്നിട്ടും അവന് ആപത്ത് ഒന്നും സംഭവിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ മനസ്സുമാറി അവൻ ഒരു ദേവൻ എന്ന് പറഞ്ഞു. കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇന്ന് ചിലതിൻ്റെയൊക്കെ മനസ്സിനെ തമ്പുരാൻ തിരിക്കാൻ തുടങ്ങുകയാ. നിനക്കെതിരായി പറഞ്ഞ ചിലരെ, നിനക്കെതിരായി സംസാരിക്കുന്ന ചിലരെ, നിനക്കെതിരെ ദോഷം ചിന്തിക്കുന്ന ചിലരെ, നിനക്കെതിരെ ഹല്ലേലൂയ ഹല്ലേലൂയ ദുഷ്ടത കൊണ്ടുവരുന്ന ശത്രുവിൻ്റെ ഹല്ലേലൂയ വായെ എൻ്റെ ദൈവം അടയ്ക്കാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിച്ചത് പൗലോസിനെ പറ്റിയാണ്. പൗലോസിനെ പറ്റി ഹല്ലേലൂയ ഒരു വാഗ്ദത്തം, നീ യാത്ര ചെയ്ത് അടുത്ത ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി അടുത്ത ഒരു ദേശത്തേക്ക് ഹല്ലേലൂയ പോകുന്ന യാത്രയിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വന്ന് പൗലോസിന്റെ യാത്രയെ തടയാൻ എത്രയെത്ര പ്രതികൂലങ്ങൾ വന്നു. അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഈശാനമൂലൻ വന്നു. ഹല്ലേലൂയ. പടക് ആടിയുലഞ്ഞു തകരുമെന്ന് തോന്നി. ഹല്ലേലൂയ. കാരാഗ്രഹം വന്നു. ഇവിടെ എല്ലാം കുരുക്കിയിടാമെന്ന് പിശാച് പ്ലാൻ ചെയ്തു. പക്ഷെ അതൊന്നും നടക്കാതെ ഇതിനകത്തു നിന്ന് പൗലോസ് ഹല്ലേലൂയ പുറത്തു വന്നു. അവസാനത്തോക്കെ യാത്ര ചെയ്യുന്ന കപ്പല് തകർന്നു പോകുന്ന സാഹചര്യം. ഈശാനമൂലന്റെ പടക് ആഞ്ഞടിച്ച് തകർന്നു പോയി. ഇനി ഇല്ലെന്ന് പറഞ്ഞിടത്ത് തമ്പുരാൻ രക്ഷപ്പെടുത്തുന്ന ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഏതെല്ലാം ഈശാനമൂലന്റെ കാറ്റുകൾ കൊണ്ടുവന്ന് നിന്റെ പടകിനെ ആടിയുലച്ചാലോ, ഏതെല്ലാം ഈശാനമൂലന്റെ കാറ്റുകൾ കൊണ്ടുവന്ന് നിന്നെ തകരുമെന്ന് പിശാച് പ്ലാൻ ചെയ്താലോ, നിന്റെ കുടുംബം തകരുമെന്ന് പറഞ്ഞാലോ, നീ നന്മ കാണത്തില്ലെന്ന് പറഞ്ഞാലോ, നീ വാഗ്ദത്തത്തിനകത്തേക്ക് എത്തത്തില്ലെന്ന് പറഞ്ഞാലോ, 28-ാം അധ്യായം പ്രാരംഭത്തിൽ തുടങ്ങുന്നു. രക്ഷപ്പെട്ട ശേഷം ഹല്ലേലൂയ നിനക്കൊരു രക്ഷപ്പെടലുണ്ട്. നിന്നെ രക്ഷപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഈശാനമൂലം ഭയങ്കരമായിട്ട് അടിച്ചു. കടലിനകത്ത് തീർന്നു പോകുന്ന സിറ്റുവേഷൻ. ഹല്ലേലൂയ. പക്ഷെ പിശാചിന്റെ പ്ലാൻ അല്ല നടക്കുന്നത്, ദൈവിക പദ്ധതിയാ. ഓ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ആരെയോ നോക്കി ആത്മാവിൽ പ്രവചിക്കുകയാ. പിശാചിന്റെ പ്ലാൻ അല്ല, പിശാചിന്റെ പ്ലാൻ അല്ല നടക്കുന്നത്, ദൈവത്തിന്റെ പദ്ധതിയാണെന്ന്. ദൈവത്തിന്റെ പദ്ധതിയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്റെ ലൈഫിനെ നോക്കി പിശാച് പറഞ്ഞു, കാറ്റടിപ്പിച്ച് ഇവനെ ഞാൻ തീർക്കും. ഹല്ലേലൂയ. കാറ്റടിപ്പിച്ച് ഇവന്റെ യാത്രയെ ഞാൻ മുടക്കും. ആ കാറ്റടിപ്പിച്ച് ഇവന്റെ വാഗ്ദത്തത്തിനകത്തു ഞാൻ കാല് വെപ്പിക്കത്തില്ല. കാറ്റ് കൊണ്ടുവന്ന് പ്രതികൂലം കൊണ്ടുവന്ന് ഇവന്റെ ശുശ്രൂഷ ഞാൻ ഇല്ലാതെയാക്കും. വാഗ്ദത്തമുള്ള നീ യാത്ര ചെയ്യാൻ തുടങ്ങിയത് ആ ദൈവിക പദ്ധതിക്കനുസരിച്ചാണെങ്കിൽ, ദൈവിക വാഗ്ദത്തത്തെ നോക്കിയാണെങ്കിൽ, ഒരീശാനമൂലനോ നിന്റെ പടകിനെ തകർക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ പ്രവചിക്കുകയാണ്, ഒരീശാനമൂലനോ നിന്റെ പടകിനെ ഒടയ്ക്കുവാൻ, നിന്റെ പടകിനെ തീർക്കുവാൻ കഴിയത്തില്ല. ഒരസാധാരണമായ കര 4-ാം യാമത്തിൽ ഇറങ്ങി വന്നതുപോലെ, ആ പത്രോസിന് വേണ്ടി ഇറങ്ങിയതുപോലെ, ആ പടകിനകത്ത് ഇറങ്ങിയതുപോലെ ആർക്കൊക്കെയോ വേണ്ടി ഇന്ന് രാത്രി ഇറങ്ങുന്നു. മുങ്ങി
പോകുന്ന സാഹചര്യം, തകർന്നു പോകുന്ന സാഹചര്യം, ഉടഞ്ഞു പോകുന്ന സാഹചര്യം, ഇനി നീ എഴുന്നേക്കത്തില്ല. നിന്നേക്കാൾ മുകളിൽ തിരമാലകൾ പൊങ്ങി വരുമ്പോ സ്വർഗം പറഞ്ഞു, ഈ തിരമാലയ്ക്ക് പൗലോസേ നിന്നെ മുക്കാൻ പറ്റത്തില്ല. ഈ തിരമാലയ്ക്ക് നിന്നെ മുക്കാൻ പറ്റത്തില്ല. കാരണം നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തം മറ്റൊന്നാ. നിയോഗമുള്ള ആരെയോ നോക്കി ഇന്ന് രാത്രി ഞാൻ പ്രവചിക്കുകയാ, ഒരു രോഗത്തിനു നിന്റെ വാഗ്ദത്തത്തെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. ഒരു പ്രതിസന്ധിക്കോ നിന്റെ വാഗ്ദത്തത്തെ ഒതുക്കി വെക്കാൻ പറ്റത്തില്ല. ഒരു കഷ്ടത്തിനോ ഒരു നഷ്ടത്തിനോ ഒരു ബുദ്ധിമുട്ടുകൾക്കോ നിന്നെയോ നിന്റെ വാഗ്ദത്തത്തെയോ തകർക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ ആ തിരമാലകൾക്ക് മുകളിലൂടെ നീ ജയത്തോടെ നടക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഇന്ന് രാത്രി തിരങ്ങുന്ന തിരമാലകൾക്ക് മുകളിലൂടെ ഇന്ന് രാത്രി നീ ജയത്തോടെ നടക്കുന്നത്, തിരങ്ങുന്ന തിരമാലകൾക്ക് മുകളിലൂടെ നീ ജയത്തോടെ നടക്കുന്നതെന്ന് കാണാൻ പറ്റുമോ? രക്ഷപ്പെട്ട് ആടിയൊലങ്ങുന്ന പ്രശ്നം അവിടെ നിന്ന് രക്ഷപ്പെട്ട് ദ്വീപിലെത്തി, മെലീത്തയിലെത്തി. പക്ഷെ അവിടെ വന്നിട്ടും ഭയങ്കര പ്രതികൂലവാ. ഒരു കാര്യം ഞാൻ പറയാം, വാഗ്ദത്തം ഉണ്ടെങ്കിൽ പ്രതികൂലം ഉറപ്പാ. വാഗ്ദത്തം ഉണ്ടെങ്കിൽ ഹല്ലേലൂയ നിനക്ക് പ്രതിസന്ധി ഉറപ്പാ. വാഗ്ദത്തം ഉണ്ടെങ്കിൽ കഷ്ടതയുണ്ട്. പക്ഷെ ഒരു കാര്യം പറയാ, ഇതിനകത്തുകൂടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഞാൻ പറഞ്ഞ എന്റെ ഭാഷ പറഞ്ഞ നീ നെഞ്ചും വിരിച്ച് നടക്കുമെന്ന്. ഹല്ലേലൂയ. പ്രതികൂലത്തിനകത്തുകൂടെ ഈ പിശാച് സത്യം പറഞ്ഞ നാണം കെട്ടൊരു വ്യക്തിയാ. കാരണം ഇവൻ എത്ര പ്രവർത്തിച്ചാലും പറ്റത്തില്ല. ഇവൻ പിന്നെ ഇങ്ങനെ പ്രവർത്തിച്ചോണ്ടിരിക്കും. ഹല്ലേലൂയ. പക്ഷെ നിയോഗമുള്ളവൻ അതിന്റെ മേൽ ജയിച്ചു കൊണ്ടിരിക്കും. ഹല്ലേലൂയ. നിയോഗമുള്ളവൻ അതിനെ ജയിച്ചു കൊണ്ടിരിക്കും. നോക്കിക്കേ, എന്തെല്ലാം പ്രശ്നങ്ങൾ കൊണ്ടുവന്ന് പൗലോസിനെ തകർക്കാൻ നോക്കി, പൗലോസിനെ വീഴ്ത്താൻ നോക്കി. ഹല്ലേലൂയ. കാരാഗ്രഹത്തിൽ അടച്ചു. പക്ഷെ അവിടെ ഇരുന്നിട്ട് പുള്ളി അതൊരു ആരാധനാലയമാക്കി. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. കാരാഗ്രഹത്തിനകത്തും പുള്ളി പാടി സ്തുതിക്കാൻ തുടങ്ങി. അവിടെ നടത്തിയ ഒരു മിനിസ്ട്രി. ഇന്ന് രാത്രി പറ്റുമോ അത്? ഏത് പ്രതികൂലത്തിനകത്തും നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തത്തെ തിരിച്ചറിഞ്ഞ്, നിന്റെ മേൽ കിടക്കുന്ന നിയോഗത്തെ തിരിച്ചറിഞ്ഞ് ഇന്ന് രാത്രി ചങ്കുറ്റത്തോട് പറ, ഹല്ലേലൂയ, പെരുവെള്ളങ്ങൾക്ക് എന്നെ മുക്കാൻ കഴിയത്തില്ലെന്ന്. പെരുവെള്ളങ്ങൾക്ക് എന്നെ മുക്കാൻ കഴിയത്തില്ല. തീയിൽ കൂടെ നടന്നാൽ ഞാൻ വെന്തു പോകത്തില്ലെന്ന്. ദൈവത്തിന്റെ പ്രവൃത്തി എത്ര വലുതല്ലേ. ഹല്ലേലൂയ. നോക്കിക്കേ, 3 ചെറുപ്പക്കാർ തീക്കകത്ത് കിടക്കുക. ഹല്ലേലൂയ. ഒരു കൊച്ചു തീ നമ്മുടെ കയ്യിൽ പറ്റിയാൽ ഹല്ലേലൂയ കൈ പൊള്ളും. പക്ഷെ നോക്കിക്കേ, തീയുടെ ചൂട് 7 മടങ്ങ് വർദ്ധിച്ചപ്പോഴോ അതിനകത്ത് അവര് നടക്കുകയാണെന്ന്. പറ്റുമോ ഇത്? ദൈവത്തിന്റെ സാന്നിധ്യം നിന്നെ പൊതിയുന്നത് കൊണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യം നിന്നെ കവർ ചെയ്യുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞ ഈ തീ നിനക്ക് അനുഗ്രഹമാ. നീ വെന്തു പോകത്തില്ല. സകലതും വെന്തു ചാകുമ്പോഴോ ഹല്ലേലൂയ നിന്നെ പൊതിയുന്നൊരു ദൈവ സാന്നിധ്യം, നിന്നെ പൊതിയുന്നൊരു ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ചിലരുടെ മേലൊക്കെ അങ്ങനെ ഒരു സാന്നിധ്യം പൊതിയുകയാ, അങ്ങനെ ഒരു നിയോഗം പൊതിയുകയാ. ഹല്ലേലൂയ. വാഗ്ദത്തമുള്ള പൗലോസിന്റെ പുറകെ ഹല്ലേലൂയ ഈ പിശാചങ്ങ് നടക്കുക. ഒരു തരത്തിൽ രക്ഷപ്പെട്ട് മെലീത്തെ വന്നു. ഹല്ലേലൂയ.
പക്ഷെ ബർബരന്മാരൊക്കെ അസാധാരണ ദയ കാണിച്ചു. പൗലോസ് വിചാരിച്ചു, റെഡിയായി, സംഭവം ഓക്കെ ആയി, ഞാൻ സെറ്റായി, ഹല്ലേലൂയ, ഇനി പ്രതികൂലം ഒന്നുമില്ല, ഹല്ലേലൂയ. ചൂട് പിടിക്കുവാൻ വിറക് കൂട്ടി തീ കത്തിച്ചപ്പോൾ അവിടെ ആരുടെയും കയ്യിലേക്ക് ഈ സംഭവം കയറിയില്ല. ചില പ്രതികൂലങ്ങളൊക്കെ വരുമ്പോ ചോദിച്ചില്ലേ കർത്താവിനോട്, കർത്താവേ എനിക്ക് മാത്രം എന്താ ഇത്, എനിക്ക് മാത്രം എന്താ ഇത്? ഹല്ലേലൂയ. ഞാൻ മാത്രമാണോ ഇത് അനുഭവിക്കുന്നത്? എത്രയോ തവണ തമ്പുരാനോട് ചോദിച്ചു. ഹല്ലേലൂയ. എത്രയോ തവണ തമ്പുരാനോട് ചോദിച്ചു, എനിക്ക് മാത്രം എന്താ ഈ രോഗം, എനിക്ക് മാത്രം എന്താ ഈ പ്രതികൂലം, എനിക്ക് മാത്രം എന്താ ഈ കഷ്ടത, എന്റെ കാര്യങ്ങൾക്ക് എന്താ ഒരു നീക്കുപോക്കില്ലാത്തത്? ഹല്ലേലൂയ. ഇന്ന് രാത്രി സ്വർഗം പറയുക, നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തം ഒരസാധാരണമാ, മറ്റാർക്കുമില്ലാത്തൊരു വാഗ്ദത്തം, മറ്റാരുടെ മേലും വീഴാത്തൊരു നിയോഗം, മറ്റാരുടെ മേലും പകരാത്തൊരു അഭിഷേകം നിന്റെ മേൽ കിടക്കുന്നത് കൊണ്ടാ പൗലോസ് ചില പോരാട്ടമൊക്കെ നിനക്ക് പുറകെ വരുന്നത്. ചില പോരാട്ടമൊക്കെ വരുമ്പോൾ നീ ഭാരപ്പെടണ്ട, നീ ഹല്ലേലൂയ സങ്കടപ്പെടണ്ട, ഹല്ലേലൂയ നീ വേദനിക്കണ്ട. ഹല്ലേലൂയ. ഇതിന്റെ പിന്നില് ഒരു ദൈവത്തിന്റെ പദ്ധതിയുണ്ട്, ഇതിന്റെ പിന്നില് ഒരു ദൈവത്തിന്റെ പ്ലാൻ ഉണ്ട്. ആരെ നോക്കി ഇന്ന് രാത്രി ഞാൻ പ്രവചിക്കുക, മോനെ രൂപേനെ പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. വഴികൾ ചിലതൊക്കെ അടയുമ്പോൾ നീ തമ്പുരാനോട് ചോദിച്ചില്ലേ, എന്താ കർത്താവേ ഈ പ്രതികൂലം എനിക്ക് മാത്രം? ചില കാര്യങ്ങൾക്കകത്ത് എനിക്കൊന്ന് സ്ട്രോങ് ആകാൻ പറ്റുന്നില്ലല്ലോ എന്ന്. ചില കാര്യങ്ങൾക്കൊക്കെ എനിക്ക് സ്ട്രോങ് ആകണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്കത് പറ്റുന്നില്ല. പരിശുദ്ധാത്മാവിനോട് അങ്ങനെ തന്നെ പറയുന്നു. ഹല്ലേലൂയ. ചില കാര്യങ്ങൾക്കൊക്കെ നിനക്ക് സ്ട്രോങ് ആകണമെന്നുള്ളിൽ ആഗ്രഹമുണ്ടായിട്ട് പലയിടത്തും നിന്നെ ഉറപ്പിക്കാതെ, ഹല്ലേലൂയ, പലയിടത്തും നിന്നെ സ്ട്രോങ് ആക്കാതെ, നിന്റെ മൈൻഡിനെ വല്ലാതെ സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്ന ആ പുറകെ നടക്കുന്ന ചില പോരാട്ടങ്ങൾ ഇന്ന് രാത്രി ആത്മാവിൽ കൊടയാൽ നിന്റെ കൈയുടെ മേൽ ഒരു അഭിഷേകം എന്റെ ദൈവം പകരുകയാ. ഹല്ലേലൂയ. നിന്നെ മുന്നോട്ട് വിടാതെ, നിന്റെ ഡെസ്റ്റിനേഷൻ അകത്ത് നിന്നെ എത്തിക്കാതെ രാജ്യത്തിന്റെ വാതിലുകൾ നിന്റെ മേൽ അടച്ചു വെച്ചിരിക്കുന്ന ആ പോരാട്ടത്തെ ആത്മാവിൽ കൊടയാൽ നിന്റെ കരത്തിനൊരു അഭിഷേകം. ഇന്ന് രാത്രി ചിലരുടെയൊക്കെ കരത്തിന്റെ മേലൊരു അഭിഷേകം വീഴുകയാ, ചിലരുടെയൊക്കെ കരത്തിന്റെ മേലൊരു അഭിഷേകം വീഴുകയാ. കയ്യിൽ ചുറ്റിയിരിക്കുന്നതിനെ ചിലതിനെ കൊടയുന്ന ഒരു അഭിഷേകം, ചിലതിനെ കൊടയുന്ന ഒരു അഭിഷേകം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ. കൈ ചുറ്റിയതിനെ കൊണ്ട് ഹല്ലേലൂയ ലൈഫ് തീർക്കാമെന്ന് വിചാരിക്കരുത്. കൈ ചുറ്റിയതിനെ കൊണ്ട് ജീവിതം തീർത്തു കളയാമെന്ന് വിചാരിക്കരുത്. നോ, ഇന്ന് രാത്രി കൊടയ അടുത്ത വാഗ്ദത്തത്തിനകത്തേക്ക് നിന്നെ എത്തിക്കുന്ന ഒരു അഭിഷേകം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ നിന്നെ ആരുടെയും കൈക്കകത്ത് ഇത് ചുറ്റിയില്ല, അവിടെ നിന്നെ ആരുടെയും മേൽ ഇത് വീണില്ല. വാഗ്ദത്തമുള്ളവന്റെ മേൽ, ശുശ്രൂഷയുള്ളവന്റെ മേൽ, നിയോഗമുള്ളവന്റെ മേൽ ഹല്ലേലൂയ ചില ആണലികൾ ഹല്ലേലൂയ കുരുങ്ങുമ്പോൾ നീ ചിന്തിച്ചോ നിന്റെ മേൽ എന്തൊക്കെയോ പുറത്തു വരാനുണ്ട്. ചിലത് കയ്യമേൽ തൂങ്ങിയിട്ടുണ്ടെങ്കിൽ നീ ചിന്തിച്ചോ നീ അടുത്ത നിയോഗത്തിലേക്ക് കാലുവെക്കാൻ ടൈമായി, അടുത്ത ശുശ്രൂഷയിലേക്ക് കാലുവെക്കാൻ ടൈമായി, അടുത്ത വാഗ്ദത്തത്തിനകത്തേക്ക് നീ എൻ്റർ ആവാൻ ടൈമായി. എന്തോ പരിശുദ്ധാത്മാവിനോട് അങ്ങനെ തന്നെ പ്രവചിക്കുന്നു. ചില കൂടാരത്തിനകത്തേക്ക് ഹല്ലേലൂയ ചില പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോ, ചില വ്യക്തിപരമായ ലൈഫിനകത്ത് ചില പ്രതിസന്ധികൾ കടന്നു വരുമ്പോ ഇന്ന് രാത്രി ഉറപ്പിച്ചോ നിന്റെ വാഗ്ദത്തത്തെ പൂർത്തിയാക്കാനുള്ള ടൈമായെന്ന്, നിന്റെ വാഗ്ദത്തം പുറത്തു വരാനുള്ള ടൈമായി. ഹല്ലേലൂയ ഇന്ന് രാത്രി ചിലത്
mashal brakatala raija larbrani andara. Hallelujah, hallelujah. ഈ സംഭവം കൈ തൂങ്ങിയപ്പോ കൂടെ നിന്നവരെല്ലാം പറഞ്ഞു, ഇവനെന്തോ വലിയ പ്രശ്നമുള്ള വ്യക്തിയാ, ഇതുകൊണ്ടാണ് ഇവൻ ഉണ്ടായിരുന്നിടത്തെല്ലാം പരാജയം സംഭവിച്ചു കൊണ്ടിരുന്നത്. കാരാഗ്രഹം വന്നതും ഈശാനമൂലന്റെ കാറ്റടിച്ചതും പ്രതികൂലം വന്നതും ഇന്നെ രക്ഷപ്പെട്ട് ഇവിടെ വന്നപ്പോ ആണലി കൈ തൂങ്ങിയതോ ഇവൻ എന്തോ വലിയ പ്രശ്നക്കാരനാ, ഇവൻ എന്തോ വലിയ കൊലപാതകനാ, ഇവൻ എന്തൊക്കെയോ വലിയ പ്രശ്നമുണ്ട്. നോ, പ്രശ്നമുള്ളത് കൊണ്ടല്ല, നിന്റെ മേൽ വാഗ്ദത്തം ഉള്ളത് കൊണ്ടാ. പ്രശ്നമുള്ളത് കൊണ്ടല്ല, നീ കൊലപാതകനായത് കൊണ്ടല്ല, നിനക്ക് പ്രതികൂലമുള്ളത് കൊണ്ടല്ല, നിന്റെ മേൽ വാഗ്ദത്തമുള്ളത് കൊണ്ടാ. ചില സിഗ്നലൊക്കെ നിന്റെ വാഗ്ദത്തത്തെ പുറത്തെടുക്കാനാ. എന്താ പരിശുദ്ധാത്മാവ് അവരോട് അങ്ങനെ തന്നെ പ്രവചിക്കുന്നു. ഈ ദിവസങ്ങൾ നീ അനുഭവിക്കുന്ന ചില പ്രതികൂലമില്ലേ, ഈ ദിവസങ്ങൾ നീ കണ്ണിന് മുന്നിൽ കാണുന്ന ചില സിഗ്നലുകള്, നീ ഈ ദിവസങ്ങളിൽ ശരീരത്തിനകത്ത് അനുഭവിക്കുന്ന ചില ശോധനകൾ, നിന്റെ ക്രിസ്തീയ ലൈഫില്, നിന്റെ ശുശ്രൂഷയില് നീ അനുഭവിക്കുന്ന ചില പ്രതിസന്ധിയൊക്കെ ഇല്ലേ, അടുത്ത നിന്റെ വാഗ്ദത്തത്തിനകത്ത് നീ എഴുന്നേറ്റ് നിൽക്കാൻ ടൈമായെന്ന്. ഈ മെലീത്ത കൊണ്ട് തീരാനുള്ളതല്ല നിന്റെ ലൈഫ്, മെലീത്ത കൊണ്ട് തീരാനുള്ളതല്ല ലൈഫ്. അണലി ചിന്തിച്ചു, ഇവന്റെ ജീവിതം എന്റെ പല്ലിനിടയിലാ, ഞാൻ കുത്തിവെക്കുന്ന വിഷം കൊണ്ട് ഇവന്റെ ലൈഫ് തീരോ? നോ, ഞാൻ പറയാ ഇവന്റെ പല്ല്, എന്റെ ഭാഷയിൽ പറഞ്ഞ ഇവന്റെ പല്ല് പോലും എന്റെ തമ്പുരാൻ പറയാതെ എന്റെ കയ്യെ കടിക്കത്തില്ലെന്ന്. നീ ചുറ്റാൻ പക്ഷെ പറ്റൂ, പക്ഷെ എന്റെ കയ്യിൽ നിന്റെ മേലുള്ള വിഷം ഇറക്കണമെങ്കിൽ, ഞാൻ ചത്തു വീഴണമെങ്കിൽ, ഞാൻ വീർത്ത് ചാകണമെങ്കിൽ അതെന്റെ തമ്പുരാൻ പറയാതെ, എന്റെ ദൈവം അനുവദിക്കാതെ നടക്കത്തില്ല. ഒരു മെലീത്തായുടെ ശക്തിക്കും എന്റെ ശുശ്രൂഷ ഒതുക്കാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി ആരെ നോക്കി വായി കൊണ്ട് പറ, നിങ്ങള് ഒരു മെലീത്തായുടെ ശക്തിക്കോ എന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തത്തെ, എന്റെ മേൽ കിടക്കുന്ന ശുശ്രൂഷയെ ഒതുക്കാൻ പറ്റത്തില്ലെന്ന്. ഞാൻ പറയട്ടെ, നീരല് തട്ടി രോഗികൾ സൗഖ്യമാകുമെന്ന്, നീ എഴുന്നേറ്റ് നിൽക്കുമ്പോ രോഗികൾ സൗഖ്യമാകുമെന്ന്, നിന്റെ ശ്വാസത്തിൽ കൂടെ സൗഖ്യം സംഭവിക്കുമെന്ന്, നിന്റെ കൃഷ്ണമണിയിൽ കൂടെ സൗഖ്യം സംഭവിക്കുമെന്ന്, നിന്റെ ശുശ്രൂഷയിൽ ദൈവത്തിന്റെ പ്ലാനിനകത്തുള്ള കാര്യമാണെങ്കിൽ ഒരു മെലീത്തായുടെ ശക്തിക്കോ ഒരു നീതി ദേവിയുടെ ശക്തിക്കോ നിന്റെ നിയോഗത്തിന്റെ മേലെ പൊങ്ങി വരാൻ പറ്റത്തില്ലെന്ന്. ഞാൻ പറഞ്ഞ അഭിഷേകം നിന്റെ അകത്ത് ചലിക്കാൻ തുടങ്ങിയ, നിന്നിൽ നിന്ന് വ്യാപരിക്കുന്ന ആ ശ്വാസത്തിനകത്ത് പോലും വിടുതലുകളിൽ രാത്രി സംഭവിക്കാൻ തുടങ്ങുന്നു. ചിലരുടെ മേലൊക്കെ ഇന്ന് രാത്രി അങ്ങനെ ഒരു ശുശ്രൂഷ വീഴുകയാ. ചിലർ മെലീത്തയുടെ ശക്തിക്കകത്തു നിന്ന്, മെലീത്തയുടെ പിടിയിൽ നിന്ന് ഇന്ന് രാത്രി പുറത്തു വരികയാ. മെലീത്തയുടെ പിടിയിൽ നിന്ന് ചിലരിന്ന് രാത്രി പുറത്തു വരികയാ. അഭിഷേകമുള്ളവനെ മെലീത്ത നിനക്ക് തകർക്കാൻ പറ്റത്തില്ല. ഒരാണലിക്കോ ഒരു നീതി ദേവിക്കോ നിന്റെ കാലുകളുടെ വേഗതയെ, നിന്റെ കാലുകളുടെ വേഗതയെ തീർക്കാൻ പറ്റത്തില്ല. എല്ലാവരും നോക്കി നിൽക്കുകയാ എന്താ സംഭവിക്കുന്നതെന്ന്. ഹല്ലേലൂയ. ഇപ്പം വീഴും, ഇപ്പം നീ ചാകും, ഇതോടെ നിന്റെ ശുശ്രൂഷ തീരും, ഇതോടെ നിന്റെ വാഗ്ദത്തം തീരും, ഇതോടെ നിന്റെ ലൈഫ് തീരും. നോ, ഞാൻ ഇവിടെ തുടങ്ങുകയാ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവനോട് അങ്ങനെ തന്നെ പ്രവചിക്കുന്നു. ഇരിക്കുന്ന ദേശത്തെ ശക്തികൾ പറയുന്നു, ഹല്ലേലൂയ, ഞാൻ ഒതുക്കി വെച്ചിരിക്കുകയാ, ഞാൻ പിടിച്ചു വെച്ചിരിക്കുകയാ. ഹല്ലേലൂയ.
ഞാൻ ഹല്ലേലൂയ ടൈമിനെ ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കുക. പക്ഷെ സ്വർഗം എന്നോട് പറയുന്നു ഹല്ലേലൂയ വരുന്ന ചില മാസങ്ങൾ മുതൽ ഡയറിയിലെ ഡേറ്റുകൾ നിറയാൻ തുടങ്ങുകയാണെന്ന്. ഹല്ലേലൂയ ഒരു നീതി ദേവിക്കോ നിങ്ങളുടെ ശുശ്രൂഷയെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ലെന്ന്. എനിക്കറിയത്തില്ല, നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോഴെല്ലാം പരിശുദ്ധാത്മാവിനോട് പറയുന്നു നിങ്ങളുടെ ശ്വാസത്തിനകത്ത് പോലും അഭിഷക്തനെ ഭയങ്കര വിടുതലുകൾ വ്യാപരിക്കുന്ന ശുശ്രൂഷ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ചെയ്യാൻ തുടങ്ങുകയാ. ശ്വാസത്തിൽ കൂടെ പോലും ചില ശുശ്രൂഷകൾ, ചില വിടുതലുകൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി തുറക്കുകയാ. ഹല്ലേലൂയ. പുറകെ നടക്കുന്ന ശക്തികൾ പറയും ശുശ്രൂഷ കഴിഞ്ഞു. കാരാഗ്രഹം പറഞ്ഞു പൗലോസിന്റെ ശുശ്രൂഷ കഴിഞ്ഞു. ഈശാനമൂലം പറഞ്ഞു പൗലോസിന്റെ ശുശ്രൂഷ കഴിഞ്ഞു. കൊടുങ്കാറ്റ് പറഞ്ഞു പൗലോസിന്റെ ശുശ്രൂഷ പറഞ്ഞു. സ്വർഗം പറഞ്ഞു ഇല്ല, ഞാൻ ഇവിടുന്ന് തുടങ്ങുകയാണ്. ഹല്ലേലൂയ. എന്റെ ഭാഷയിൽ പറഞ്ഞ നിന്റെ കാലുകൾക്ക് സ്കേറ്റിംഗ് ബോർഡിന്റെ വീല് വെച്ച് നിന്നെ ഓടിപ്പിക്കുന്ന ശുശ്രൂഷ. യേശുവിന്റെ നാമത്തിൽ ചിലരുടെ വേഗത ഇന്ന് പരിശുദ്ധാത്മാവ് കൂട്ടുകയാ. ചിലരുടെ വേഗത പരിശുദ്ധാത്മാവ് കൂട്ടുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരിക്കുന്ന ദേശത്തെ ശക്തികൾ പറയും ഇവന്റെ വേഗത എന്റെ ടൈമില. ഹല്ലേലൂയ. ഞാൻ തിരിക്കുന്ന ക്ലോക്കിന്റെ സൂചിയില്ല. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞവർ പറയുന്നു ഇവനൊരു ദേവനാണെന്ന്. ഒരു തിരിവിന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചെയ്യുകയാ. ഒരു തിരിവ് മാറ്റി നിർത്തി ഏതൊക്കെയോ മേഖലകളിൽ പരിശുദ്ധാത്മാവ് ചിലരെ കൊണ്ട് എനിക്കറിയില്ല, അഭിഷേകത്തിനെ നിങ്ങളോട് തന്നെ പിന്നെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുന്നു. മാറ്റി നിർത്തിയ ചില വ്യക്തികൾ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനോട് പറയുന്നു അങ്ങനെയുള്ള ചില വേദിക്കകത്ത് നിങ്ങളെ പരിശുദ്ധാത്മാവ് നിർത്താൻ തുടങ്ങുകയാണെന്ന്. മാറ്റി നിർത്തിയ ചില സ്റ്റേജുകളില്ലേ, ഹല്ലേലൂയ മാറ്റി നിർത്തിയ ചില സ്റ്റേജുകൾക്കകത്ത് നിങ്ങൾ ചില അസാധാരണ ശുശ്രൂഷയോടെ നിൽക്കാൻ തുടങ്ങുകയാണെന്ന് ആത്മാവിനോട് അങ്ങനെ തന്നെ പ്രവചിക്കുന്നു. അടുത്ത 45 ദിവസം ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ. ചില സീസണെ പരിശുദ്ധാത്മാവ് പൊട്ടിച്ച് നിങ്ങളെ അസാധാരണമായ ഒരു ശുശ്രൂഷയ്ക്കായി ആത്മാവ് അഭിഷേകത്തിനെ പുറത്തു കൊണ്ടുവരുന്നു. മാറ്റി നിർത്തിയ ചില വ്യക്തികൾ ഡേറ്റ് തരുമെന്ന് ഈ ദൂത് എഴുതിയിട്ടോ. മാറ്റി നിർത്തിയ ചില വ്യക്തികൾ ഡേറ്റ് തരാൻ തുടങ്ങുകയാ. യേശുവിന്റെ നാമത്തിൽ അഭിഷേകത്തിന്റെ കുടുംബത്തിന്റെ മേൽ ആ നിയോഗത്തെ ഞാൻ ഇന്ന് രാത്രി റിലീസ് ചെയ്യുന്നു. ഹല്ലേലൂയ. ആദ്യം പറഞ്ഞത് എന്താ? ഇവൻ കൊലപാതകനാ, ഇവൻ എന്തോ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടാ ഇവനെ തന്നെ പിശാച് നോട്ടവിട്ടേക്കുന്നത്, ഇവനെ തന്നെ പിശാച് പിന്തുടരുന്നത്. അവരുടെ വായ് കൊണ്ട് പിന്നെ പറയുക ഇവനൊരു ദേവനാണെന്ന്. ഹല്ലേലൂയ. ഇവനൊരു ദേവനാണെന്ന്. നിന്നെ കൊണ്ട് കൊള്ളത്തില്ലെന്ന് പറഞ്ഞ ചിലതിനെ, നിന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞ ചിലതിനെ, നിന്റെ ശുശ്രൂഷ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ ചിലതിനെ, നിന്റെ പ്രാർത്ഥന കൊള്ളത്തില്ലെന്ന് പറഞ്ഞ ചിലതിനെ, നിന്റെ ലൈഫ് നീ ഈ ഓഫീസിനകത്ത് വേണ്ടെന്ന് പറഞ്ഞ ചിലതിനെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തിരിച്ച് ഹല്ലേലൂയ ഇന്ന് രാത്രി ആരുടെയൊക്കെ മേലെ ഒരു തിരിവ്. നിന്റെ മേൽ ഭയങ്കര അഭിഷേകം വീഴുകയാ. നീ ഒരു ദേവൻ എന്ന് പറയുന്നത് പോലെ ഒരു തിരിവിന്ന് രാത്രി നിനക്ക് സംഭവിക്കുകയാ. നീ ഓഫീസിനകത്ത് വേണ്ടെന്ന് പറഞ്ഞെടുത്ത്, ഈ ഓഫീസിനകത്ത് നീ ഇരിക്കണമെന്ന് പറഞ്ഞെടുത്ത് നീ വിശ്വസിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ. യൂത്ത് ബോവസിന്റെ വയലിൽ കയറിയതുപോലെ ഇതിനകത്ത് വിഷയമല്ലെങ്കിൽ പെട്ടെന്ന് പരിശുദ്ധാത്മാവിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. രൂത്ത് അപ്രതീക്ഷിതമായിട്ട് ബോവസിന്റെ വയലിലേക്ക് ഓടിച്ചെന്നു. അവൾക്ക് വേണ്ടി അസാധാരണമായൊരു പ്രൊട്ടക്ഷൻ അവിടെ ക്രമീകരിച്ചതുപോലെ
എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, കൂട്ടമിട്ട് റാഞ്ചുന്ന ചില റാഞ്ചൽ പക്ഷികളുടെ നടുക്ക് കുഞ്ഞെ നീ ഒറ്റയ്ക്കായിപ്പോ. ഇപ്പൊ നീ ഒറ്റയ്ക്കാ. ഹല്ലേലൂയ. ചില റാഞ്ച പക്ഷികൾ, ചില കണ്ണുകളുടെ നടുക്ക് നീ ഒറ്റയ്ക്കാ. പക്ഷെ സ്വർഗ്ഗം എന്നോട് പറയുന്നു, താണു പറക്കുന്ന കഴുകൻ, ഹല്ലേലൂയ, എന്നും താണല്ലിരിക്കുന്നത്. ഈ താഴ്ചക്കകത്തു നിന്ന് ഇവൻ ശക്തിയോടെ കുതിക്കുന്ന ഒരു ടൈമുണ്ട്. ആകാശമേഘങ്ങളെ കീറിമുറിച്ച് കാറ്റുകളെ നോക്കാതെ, മഴയെ നോക്കാതെ ഉയരത്തിലേക്ക് പറന്നു പൊങ്ങുന്നത് പോലെ ഇന്ന് രാത്രി നിന്റെ മേലൊരു നിയോഗം. ഹല്ലേലൂയ. ചിലര് നിന്നെ മാനിക്കാൻ തുടങ്ങുകയാണെന്ന് ആത്മാവനോട് പ്രവചിക്കുന്നു. ഈ ആഴ്ച നിന്റെ ടൈമാ, നിന്റെ ടൈമാ. ഈ മീറ്റിംഗ് തുടങ്ങിയപ്പോൾ നിന്നോട് പറഞ്ഞു, നിന്റെ ടൈമാ. ഹല്ലേലൂയ, ഇത് നിന്റെ ടൈമാ. തമ്പുരാൻ നിന്നെ ചില ചെയറിൽ ഹല്ലേലൂയ ഇരുത്താൻ തുടങ്ങുക, നിന്നെ പ്ലേസ് ചെയ്യിപ്പിക്കുക, നിന്നെ ഉറപ്പിക്കുക. നീ എവിടെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞോ ആ ഓഫീസിനകത്ത് നിനക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നീ കാരണം ആ ഓഫീസ് അനുഗ്രഹിക്കപ്പെടുന്നെന്ന് പറയത്തക്ക നിലയിൽ എന്തൊക്കെയോ ഒരു തിരിവിനെ പരിശുദ്ധമായി ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യാത്ര ചെയ്ത് വന്നപ്പോ പൗലോസിനെ നോക്കി എല്ലാരും പറഞ്ഞു, നീ ഉള്ളത് കൊണ്ടാ പ്രശ്നം. ഹല്ലേലൂയ. നീ ഉള്ളത് കൊണ്ടാ പ്രതികൂലം, നീ ഉള്ളത് കൊണ്ടാ കഷ്ടത. പക്ഷെ സ്വർഗം പറഞ്ഞു, ഇല്ല. ഹല്ലേലൂയ. ഇവരെ കൊണ്ട് തന്നെ. നീ കൊലപാതകനാ ഇവര് പറഞ്ഞേ. ഇവര് നോക്കിയിരിക്കുന്നത് എന്തിനാ? നീ ചത്തു വീഴുന്നത് കാണാൻ, നീ വീർക്കുന്നത് കാണാൻ, നിനക്ക് എന്ത് സംഭവിക്കുമെന്നറിയാൻ നോക്കിയിരിക്കുക ചിലര്. നിനക്കെന്താ നടക്കുന്നതെന്ന് കാണാൻ. ഹല്ലേലൂയ. നോക്കിയിരിക്കുക ചിലര്. നോക്കിയിരിക്കുന്ന ചിലതിന്റെ കണ്ണുകൾക്ക് അതിശയം തോന്നുമാറ്, നോക്കിയിരിക്കുന്ന ചിലതിന്റെ കണ്ണുകൾക്ക് അവരുടെ ഇമാജിനേഷന് ചിന്തിക്കാൻ പറ്റാത്ത തരത്തില് ഹല്ലേലൂയ ഇന്ന് രാത്രി ചിലതിനെ ദൈവം ഒരു നീതി വെളിപ്പെടുത്തുകയാ. ഹല്ലേലൂയ. ദൈവം ഒരു നീതി വെളിപ്പെടുത്തുകയാ. ഒരണലിക്കോ നിന്റെ ശരീരത്തിനകത്ത് വിഷമിറക്കാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഒരണലിക്കോ ഒരു ശക്തിക്കോ ഹല്ലേലൂയ ഒരു പൈശാചിക മണ്ഡലങ്ങൾക്ക് ഹല്ലേലൂയ ഒരു ദേശത്തിന്റെ ഇരുളിനോ നിന്റെ മേലോ, നിന്റെ തലമുറയുടെ മേലോ, നിന്റെ വാഗ്ദത്തത്തിന്റെ മേലോ, നിന്റെ ശുശ്രൂഷയുടെ മേലോ ഹല്ലേലൂയ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റത്തില്ലെന്ന്. കാരണം നീ നിൽക്കുന്നത് അവര് നിൽക്കുന്നത് പോലെയല്ല. നീ നിൽക്കുന്നത് അഭിഷേകത്തിലാ, നീ നിൽക്കുന്നത് നിയോഗത്തിലാ. നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തം ഒരു അസാധാരണമാ. നിന്റെ മേൽ കിടക്കുന്നത് ചെറിയ നിലയിലുള്ള നിയോഗമല്ല. ഹല്ലേലൂയ. ചെറിയ തരത്തിലുള്ള വാഗ്ദത്തമല്ല. ഹല്ലേലൂയ. ചിലതിന്റെ ഹല്ലേലൂയ പനിവാണെങ്കിൽ പോലും മാറ്റണമെങ്കിൽ നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകം, അണലി കടിച്ച് ചത്തു വീഴുമെന്ന് പറഞ്ഞവൻ, വീർത്തു ചാകുമെന്ന് പറഞ്ഞവൻ, അടുത്ത പാരഗ്രാഫിലേക്ക് വായിക്കുമ്പോ പുബ്ലിയോസിന്റെ അപ്പൻ പനിയോ ഹല്ലേലൂയ അവിടെ കിടപ്പായിരുന്നു. പക്ഷെ നിയോഗമുള്ളവൻ അവന്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഓ ശാബാല ഹദരഗടഗസിയ അതിനകത്തൊരു ശുശ്രൂഷ വെളിപ്പെട്ടെങ്കിൽ ഹല്ലേലൂയ നിന്റെ കയ്യ് ഹല്ലേലൂയ ഒരണലിക്ക് കടിക്കാനുള്ളതല്ലെന്ന്. നിന്റെ കൈ ചിലതിനെ പുറത്തു കൊണ്ടുവരാനുള്ളതാ, ചിലതിനെ എഴുന്നേൽപ്പിക്കാനുള്ളതാ, ചിലതിനെ ഹല്ലേലൂയ ചില വാഗ്ദത്തങ്ങൾ കാണാനുള്ളതാ, ഹല്ലേലൂയ ചില നന്മകളെ പിടിക്കാനുള്ളതാ, ചില അഭിവൃദ്ധികൾ പ്രാപിക്കാനുള്ളതാ.
കൈവച്ച് വിടുതൽ കൊടുക്കണ്ട നിന്റെ കയ്യെ കയറി അണലി കടിച്ച, ഹല്ലേലൂയ, ഒരു ശക്തിക്കും നിന്നെ തോപ്പിക്കാൻ പറ്റത്തില്ല. കയ്യിൽ തൂങ്ങിയ അണലിയെ ഒന്ന് കൊടയാൻ തയ്യാറാണെങ്കിൽ അടുത്ത ശുശ്രൂഷ അവിടെ വെളിപ്പെടാൻ തുടങ്ങുകയാ. ഓ ഷാബാല രഗധന വൈഡ രഗൽക്കമന ഘടക. വാഗ്ദത്തം കാണാതെ, വാഗ്ദത്തം അനുഭവിക്കാതെ എത്രയോ ദിവസങ്ങൾ, എത്രയോ നാളുകൾ, എത്രയോ വർഷങ്ങളായി ഇങ്ങനെ ഇരിക്കുന്നു. ഇന്ന് രാത്രി ചിലതൊന്ന് കൊടയ, നിയോഗത്തോടെ ചിലതൊന്ന് കൊടയ. തമ്പുരാൻ അടുത്തത് ചിലത് നിന്നെ ഏൽപ്പിക്കാൻ തുടങ്ങുകയാ. ദൈവം തുടങ്ങുകയാ. ചില ശുശ്രൂഷകൾ ഏൽപ്പിക്കുവാൻ. എനിക്കറിയില്ല, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി അങ്ങനെ ഒരു നിയോഗത്തോട് ഇന്ന് രാത്രി പറയുന്നു. ആരുടെയൊക്കെയോ മേല അങ്ങനെ ഒരു നിയോഗത്തെ തരാൻ എന്റെ തമ്പുരാന് ഹല്ലേലൂയ ഇന്ന് രാത്രി ഇതിനകത്ത് ഇരിക്കുന്ന ആരുടെയോ മേൽ അങ്ങനെ ഒരു നിയോഗത്തെ പരിശുദ്ധാത്മാവ് വീഴ്ത്തുകയാ. ഹല്ലേലൂയ. അടുത്തൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പനിയും അതിസാരവും പിടിച്ച് കിടക്കുന്നവന്റെ മേൽ കൈവച്ചതാരാ? ചത്തു വീഴുമെന്ന് പറഞ്ഞവൻ, അണലി കടിക്കുമെന്ന് പറഞ്ഞവൻ, കുലപാതകൻ എന്ന് പറഞ്ഞവൻ, നീതിദേവി എന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. ഞാൻ പറയാം, ഒരു നീതിദേവിക്കും നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. നീ പുറത്തു വരും. വാഗ്ദത്തമുള്ള നീയേ പുറത്തു വരത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വലിയ നിയോഗം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചെയ്യുകയാ. ഹല്ലേലൂയ. ചിലരൊക്കെ ഇത് രാത്രി പുറത്തു വരികയാ. ചില കൂടുകൾ, ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ, ചില കൂടുകൾ പൊട്ടിച്ച് ചിലരിന്ന് രാത്രി പുറത്തു വരികയാ. ഒറ്റ ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദാനിയേലിനെതിരെ രേഖ എഴുതി വെച്ചിരിക്കുകയാണ്. രേഖ വന്നെന്ന് പറഞ്ഞപ്പോഴും താൻ ഡെയിലി ചെയ്തു വന്നതുപോലെ ഒരു തവണ പോലും മുടക്കം വരാതെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആരൊക്കെയോ നിങ്ങളെ നോക്കി ഹല്ലേലൂയ ആഹ്വാനം ചെയ്യുകയാ. ചില പ്രതികൂലത്തിന്റെ നടുവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ചില സിംഹങ്ങളുടെ വാ നിനക്ക് വേണ്ടി അടയപ്പെടും. ചില സിംഹങ്ങളുടെ വാ നിനക്ക് വേണ്ടി അടയപ്പെടും. ചില സിംഹങ്ങളുടെ വാ നിനക്ക് വേണ്ടി അടയപ്പെടാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ. സിംഹത്തിന്റെ ഗുഹയ്ക്കകത്തേക്ക് ഇട്ടപ്പോ എല്ലാരും ചിന്തിച്ചത് എന്താണെന്നറിയാമോ? കുറച്ച് എല്ലിൻ കഷ്ണം പിറ്റേ ദിവസം ആവുമ്പം കാണും. ഇട്ട രാജാവും ചിന്തിച്ചു, പടയാളികളും ചിന്തിച്ചു, സകലരും ചിന്തിച്ചു. പക്ഷെ മഞ്ജു ചേച്ചി തമ്പുരാൻ പറഞ്ഞു, നിന്റെ വീടിന്റെ കാര്യം, നിന്റെ തലമുറകളുടെ കാര്യം, ദാനിയേലേ നിന്റെ കാര്യം, ഹല്ലേലൂയ, ഞാനാ തീരുമാനിക്കുന്നത്. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരുത്തേണ്ടതിനാ. ഓ എന്റെ തമ്പുരാൻ അതിന്റെ വായ അടച്ചെങ്കില് ഇന്ന് രാത്രി ചിലരുടെ മേലൊക്കെ ഹല്ലേലൂയ ആ ഒരു നിയോഗങ്ങളെ പരിശുദ്ധാത്മാവ് വീഴ്ത്തുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലതിന്റെ വായ അടച്ചിട്ട് നീ ആ വലിയ നിയോഗത്തിനകത്തേക്ക്, വാഗ്ദത്തത്തിനകത്തേക്ക് എന്റെ ദൈവം നിന്നെ കാലുവെപ്പിക്കുകയാ. നിന്നെ മാനിക്കുന്ന സമയമാണ്, നിന്നെ വർദ്ധിപ്പിക്കുന്ന ടൈമാണ്. കാരണം എന്താണെന്നറിയാമോ? നിന്റെ മേലൊരു വാഗ്ദത്തമുണ്ട്. പൗലോസിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തം. ഹല്ലേലൂയ. വലിയൊരു ശുശ്രൂഷ, വലിയൊരു നിയോഗമുള്ള മനുഷ്യൻ. ഹല്ലേലൂയ. ആ മനുഷ്യനെ നോക്കി
ഹല്ലേലൂയ. എല്ലാരും പറഞ്ഞു കുലപാതകനാ. ഹല്ലേലൂയ. സ്വർഗം പറഞ്ഞു ഇല്ല, ശുശ്രൂഷയുള്ളവനാ. അതുകൊണ്ടാ അണലിയെ കൊടയാൻ കരത്തിന് ഞാൻ അഭിഷേകം കൊടുത്തത്. ചില കൈകൾക്കൊക്കെ ഇന്ന് രാത്രി ഭയങ്കര ഒരു അഭിഷേകം ചലിക്കുകയാ. നിങ്ങൾ എത്ര പേര് ആ സാന്നിധ്യം അനുഭവിക്കുന്നത് എനിക്കറിയത്തില്ല. ഞാൻ ആ സാന്നിധ്യത്തെ അനുഭവിക്കുകയാ. ചില കൈകൾക്കൊക്കെ ഒരു വലിയ അഭിഷേകം ചലിക്കുകയാ. ചില അണലികളുടെ ശക്തികളെ കൊടയാൻ ഒരു അഭിഷേക, ചില അണലികളുടെ ശക്തികളെ കൊടയാൻ ഒരു അഭിഷേക ഇന്ന് രാത്രി. മോനെ ഫേബ, നീ ഏറ്റോ ഇത് നീ സ്വീകരിച്ചോ? ചിലതിനെ ഇന്ന് രാത്രി നീ കൊടയുകയാ, ചിലതിനെ നീ ഇന്ന് രാത്രി കൊടയുകയാ. ഇത് നിന്റെ ടൈമാണെന്ന്, ഇത് നിന്റെ ടൈമാണെന്ന്. കൂടാരത്തിനകത്ത് നിന്നെ ഒതുക്കാമെന്ന് നോക്കിയത്, വാഗ്ദത്തം നീ കാണത്തില്ലെന്ന് പറഞ്ഞത്, നിയോഗം നീ കാണത്തില്ലെന്ന് പറഞ്ഞത്, നിന്നിൽ നിന്നൊരു മുള പൊട്ടത്തില്ലെന്ന് പറഞ്ഞത്, സ്വർഗം ഇന്ന് രാത്രി തിരിക്കുകയാ. പൗലോസിനെ നോക്കി എല്ലാരും പറഞ്ഞു ഇവൻ തീർന്നു പോയി. കാരണം അണലി കടിച്ച പിന്നെ ഹല്ലേലൂയ, പിന്നെ ഇവന്റെ കാര്യമുണ്ടോ? അണലി കടിച്ച ചൂടാലാമാന ഹദര ഘടകസി വൈഷാരകൽ കമന ഘടകസി. അണലി കടിച്ച പിന്നെ ജീവനില്ല. ഹല്ലേലൂയ. പക്ഷെ തമ്പുരാൻ പറഞ്ഞു അണലി നീ കേറിക്കോ, കൊടയാനുള്ള അഭിഷേകം ഞാൻ അവന് കൊടുത്തിട്ടുണ്ട്. സുജാൻഡി കൊല്ലം, ചിലത് കൊടയാൻ ഒരു അഭിഷേകം ദൈവം തന്നിട്ടുണ്ട്. പ്രാർത്ഥനാ മുറിക്കകത്ത് ചിലത് കൊടയ, ചില സങ്കടങ്ങളില്ലേ, ചില വേദനകളില്ലേ, ചില ഒറ്റപ്പെടലുകളില്ലേ, പ്രാർത്ഥനാ മുറിക്കകത്ത് ചിലത് കൊടയ. അടുത്ത വിടുതൽ നീ കാണാൻ തുടങ്ങുകയാ. പൗലോസ് കൊടഞ്ഞ ഹല്ലേലൂയ തീക്കകത്തേക്ക് എവിടെ നിന്നത് പുറപ്പെട്ടു വന്നോ, എവിടെ നിന്ന് അത് പുറത്തു വന്നു? എല്ലാവരും ഒന്ന് ചേർന്ന് അണലികളുടെ ശക്തികളെ ഒന്ന് കൊടയാൻ പറ്റുമെങ്കിൽ രാത്രി അടുത്തൊരു വിടുതലിന് വേണ്ടി നിന്റെ കാലുകളെ തമ്പുരാൻ റെഡിയാക്കുകയാ. നിന്റെ കാലുകളെ തമ്പുരാൻ റെഡിയാക്കുകയാ. നീ ഇപ്പ വീഴും, നീ ഇപ്പ ചാകും, നീ ഇപ്പം വീഴ്ചത്. നീ ദേവനെന്ന് പറയുന്നത് പോലെ, നീ ദേവനെന്ന് പറയുന്നത് പോലെ ഇന്ന് രാത്രി ഒരു അസാധാരണ നിയോഗം. ഇതുവരെ പറഞ്ഞത് നീ കൊള്ളത്തില്ലെന്നാ. ഇവളെ പോലെ ഒരു ശപിക്കപ്പെട്ട വ്യക്തിയുണ്ടോ? ഇവളെ പോലെ ഹല്ലേലൂയ ഒരു പരാജയം വന്ന വ്യക്തിയുണ്ടോ എന്നാണ് പലരും നിന്നെ നോക്കി പറഞ്ഞത്. രാജി ആന്റി എത്ര തവണ ആ ചോദ്യം കേട്ടി, ഇതുപോലെ പരാജയപ്പെട്ട ഒരു ജീവിതമാണോ എന്ന്. ഇതുപോലെ പരാജയമാണല്ലോ. പക്ഷെ ചില പരാജയമൊക്കെ അടുത്ത വിജയത്തിന്റെ മുന്നോടിയാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. അടുത്ത വിജയത്തിന്റെ മുന്നോടിയാ, അടുത്ത വിജയത്തിന്റെ മുന്നോടിയാ. ചില പരാജയങ്ങൾ നിനക്ക് അനുഗ്രഹമാ. ചില ബലിത്തകൾ നിനക്ക് അനുഗ്രഹമാ. ചില ഈശാനമൂലന്റെ കാറ്റുകൾ, ചില ആടി ഉലയുന്ന പടകുകൾ നിനക്ക് അനുഗ്രഹമാ. ചിലർക്കത് പ്രതികൂലവാ, ചിലർക്കത് പ്രതിസന്ധിയാ. പക്ഷെ നിയോഗമുള്ള നിനക്ക് അത് അനുഗ്രഹമാ. എനിക്കറിയില്ല, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവോട് അങ്ങനെ പറയുന്നു. ചില പ്രതികൂലം നിനക്ക് അനുഗ്രഹമാ, ചില വാക്കുകൾ നിനക്ക് അനുഗ്രഹമാ. നീ കൊലപാതകനെന്ന് പറഞ്ഞോട്ടെ, അവരെ കൊണ്ട് ഞാൻ തിരുത്തി പറയിപ്പിച്ചോളാം, അവരെ കൊണ്ട് ഞാൻ തിരുത്തി പറയിച്ചോളാം. അവര് പറയുമ്പോ നിനക്ക് വേദന വരും.
അവര് പറയുമ്പോ നിനക്ക് സങ്കടം വരും. അവര് പറയുമ്പോ നിനക്ക് ഒരുപക്ഷെ നിന്റെ മനസ്സ് ഭാരപ്പെടും. പക്ഷെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവോട് പ്രവചിക്കുന്നു, ചില വാക്കുകൾ നിനക്ക് അനുഗ്രഹമാണെന്ന്. ചില വാക്കുകൾ നിനക്ക് അനുഗ്രഹമാ. ആ ചില വാക്കുകൾ നിനക്ക് നന്മയാ. ആ ചില വാക്കുകൾ നിനക്ക്, നീ ബുദ്ധിയില്ലാത്തോളെന്നാണോ പറയുന്നത്? നീ കഴിവില്ലാത്തോളെന്നാണോ പറയുന്നത്? നിനക്ക് പ്രാപ്തിയില്ലാത്തോളെന്നാണോ പറയുന്നത്? പറഞ്ഞോട്ടെ, അവരെ കൊണ്ട് നിന്റെ റിസൾട്ട് കാണിച്ച് ഇത് നിന്റെ തന്നെയാണോ എന്ന് പറയിപ്പിക്കുന്ന രീതിയിൽ. തങ്കവാന്റെ ഇതൂത് പിടിച്ചോ, കൂടാരത്തിനകത്ത് അത് വിതയ്ക്ക, ഷോപ്പിൽ അത് വിതയ്ക്ക. തമ്പുരാൻ ചിലത് തെളിയിക്കാൻ തുടങ്ങുകയാ. നിന്നെ പറിച്ചു മാറ്റാമെന്ന് പിശാച് എഴുതിയ മണ്ണിനകത്ത് നിന്റെ ഷോപ്പിനെ തമ്പുരാൻ പ്ലേസ് ചെയ്യിപ്പിക്കുകയാ. നിന്റെ ഒരു ദേശത്തിന്റെ ശക്തിക്കോ അവിടുന്ന് നിന്നെ പറിച്ചു കളയാൻ പറ്റത്തില്ലെന്ന്. ഒരു ദേശത്തിന്റെ ശക്തിക്കോ അതിനകത്ത് നിന്നെ പറിക്കാൻ പറ്റത്തില്ലെന്ന്. വിശ്വസിക്ക, നിന്നെ പറിച്ചു കളയുവാൻ നോക്കുന്ന മണ്ണില്, നിന്നെ പറിച്ചു കളയുവാൻ നോക്കുന്ന ദേശത്ത്, ആ ഷോപ്പിനകത്ത് നിന്നെ തമ്പുരാൻ മാനിക്കാൻ തുടങ്ങുകയാ. നിന്നെ തമ്പുരാൻ വർദ്ധിപ്പിക്കാൻ തുടങ്ങുകയാ. നീ ഒരു അനുഗ്രഹമാണെന്ന്, നീ ശാപമാണെന്ന് പറഞ്ഞിടത്ത് മഞ്ജുചേച്ചി പരിശുദ്ധാത്മാവിനോട് അങ്ങനെ തന്നെ പറയുന്നു. നീ ശാപമാണെന്ന് പറഞ്ഞിടത്ത് ആ തമ്പുരാൻ പറയിപ്പിക്കുന്നു, നീ ഒരു അനുഗ്രഹമാണെന്ന്. നീ ഒരു അനുഗ്രഹമാണെന്ന്. ഹല്ലേലൂയ, നീ ഒരു അനുഗ്രഹം. ഇന്ന് ചിലരൊക്കെ ഒരു അനുഗ്രഹമാകാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ. ചിലതിന്റെയൊക്കെ പനി മാറുവാൻ, ചിലതിന്റെയൊക്കെ അതിസാരം മാറുവാൻ എന്റെ തമ്പുരാന് നിന്റെ കയ്യെ അഭിഷേകം ചെയ്യാനുണ്ട്. എന്റെ തമ്പുരാന് നിന്നെ ആവശ്യമുണ്ട്. അത് ചിലതിന്റെ മേലൊരു അഭിഷേകത്തോടെ പുറത്തു വരുവാൻ ഇന്ന് രാത്രി ഒരു അഭിഷേകം. ഇന്ന് രാത്രി ഒന്ന് ആരാധിക്കാൻ റെഡിയാകുക. ഒരു വിടുതലിനെ റെഡിയാകുക. ഒരു അഭിഷേകത്തിനെ നിങ്ങളുടെ കൈകളെ, നിങ്ങളുടെ കാലുകളെ, നിങ്ങളുടെ അധരങ്ങളെ ഇന്ന് രാത്രി നീതി ദേവി അവനെ ജീവിപ്പിക്കാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ മണ്ണിനകത്ത് നീ വാഴാൻ തുടങ്ങുകയാ. ആരെ നോക്കി ഇന്ന് രാത്രി ഞാൻ പ്രവചിക്കുകയാ, നീതി ദേവി അവനെ ജീവിക്കാൻ സമ്മതിക്കത്തില്ലെന്ന് നാട്ടുകാരും വീട്ടുകാരും പിശാചും ഒരുപോലെ പറഞ്ഞ മണ്ണിനകത്ത് രാജകീയ അഭിഷേകത്തോടെ നീ വാഴാൻ തുടങ്ങുന്നു. ദേവിയുടെ ശക്തികൾ ഇന്ന് രാത്രി അഴിയുന്നു യേശുവിന്റെ നാമത്തിൽ. കരമടിച്ച് അന്യഭാഷ പറയണമെങ്കിൽ അങ്ങനെ ഇന്ന് രാത്രി അസാധാരണ ഒരു പകർച്ച യേശുവിന്റെ നാമത്തിൽ. ചില മണ്ണിനകത്ത്, ചില ദേശത്ത് ഇന്ന് രാത്രി ചിലർ ഉറക്കുകയാ. യേശുവിന്റെ നാമത്തിൽ ചിലർ ഉറക്കുകയാ. യേശുവിന്റെ നാമത്തിൽ പകർച്ച വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അസാധാരണമായ നിയോഗം. ദേവിയുടെ ശക്തികൾ ചിലതിന്റെ വേഗതക്കകത്ത് നിന്ന് ഇന്ന് രാത്രി റിമൂവ് ചെയ്യുകയാ. ആത്മാവിൽ ചിലരിന്ന് രാത്രി നിയോഗത്തിൽ ഫാസ്റ്റ് ആകട്ടെ. എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താമമേ. ഹല്ലേലൂയ.